ഭംഗിയോ അതൊന്നുമല്ല. ഒരു നല്ല ദൈവവിശ്വാസമുള്ള നല്ലൊരു എന്നെ സംരക്ഷിക്കുന്ന പ്രത്യേകിച്ച് ക്രിസ്തീയ കുടുംബം കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്ന ഒരു നല്ല ഭർത്താവിനെ തരണമെന്നായിരുന്നു. അതെനിക്ക് ദൈവം തന്നു. അതുപോലെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞങ്ങൾക്ക് മക്കളെ തന്നു. ഞങ്ങൾ വന്നപ്പം ചേട്ടൻ പറഞ്ഞ പോലെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് നാട്ടിൽ നിന്നൊക്കെ വന്നപ്പോൾ ഒരു റൂമിൽ താമസിക്കുന്നത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം അങ്ങനെ ഒരു ഫീലിംഗ് വരാത്ത പോലെ രക്ഷകരായിട്ട് ഒത്തിരി ജേക്കബേട്ടനും ജെയിംസും ഇവരെല്ലാം ഒത്തിരി ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്താവശ്യങ്ങളുണ്ടെങ്കിലും അന്ന് മലയാളീസൊക്കെ ഈ ഏരിയയിൽ കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ ചേട്ടൻ ജോലിക്ക് പോവാണ്, ചേട്ടൻ എന്തെങ്കിലും വന്ന് മിനിസ്റ്ററുടെ കൂടെയൊക്കെയുള്ള സമയത്തും ഒത്തിരി എനിക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ജേക്കബേട്ടനൊക്കെ ഒത്തിരി വന്ന് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുമായിരുന്നു. പിന്നെ ജെയിംസ് ഒത്തിരി ഇവർ ക്ലോസ് ഫ്രണ്ട്സ് എന്ന പോലെ ഞങ്ങളിപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ എൻ്റെ നാത്തൂമാർ പറഞ്ഞ പോലെ അവരെ എനിക്കൊരു നാത്തൂനായിട്ട് തോന്നിയിട്ടില്ല. എൻ്റെ അഞ്ചത്തിമാരെ പോലെ തന്നെ നല്ല അവരിവിടെ എല്ലാ സൺഡേയും വന്നിരുന്നു, എന്നെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. എനിക്കങ്ങനെ ഒരു നാത്തൂൻ്റേതായിട്ട് തോന്നിയിട്ടില്ല. എൻ്റെ സ്വന്തം അഞ്ചത്തിമാരെ പോലെ തന്നെയാണ് അവരൊത്തിരി ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അവർ എന്നെ ചേച്ചിയെ പോലെ തന്നെ കരുതുള്ളൂ. എല്ലാ കാര്യങ്ങളും അവരുടെ വീട്ടിലുള്ള ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിലും നേരിട്ട് എന്നോട് പറയും, ഞങ്ങൾ തമ്മിൽ അത് സോൾവ് ചെയ്ത് കൊടുക്കുമായിരുന്നു. അതിനുശേഷം പ്രെയർ ഗ്രൂപ്പിലാണേലും ഞങ്ങളെല്ലാം അങ്ങനൊരു വലുത് ചെറുത് എന്ന് തോന്നിയിട്ടില്ല. എല്ലാവരും ഒന്നായിട്ട് ഞങ്ങൾ സാധാരണ ഒരു ബാബു ഫാമിലി ഒത്തിരി ഞങ്ങൾ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് ജീവിതം ഇനിയും അങ്ങനെയുള്ള ഒരു നല്ല ഒരു കമ്മ്യൂണിറ്റി, ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഒരു കമ്മ്യൂണിറ്റി കണ്ടിന്യൂ ചെയ്തു പോകാനുള്ള അനുഗ്രഹം തരാനായിട്ട് പ്രത്യേകിച്ച് ഇപ്പോൾ വർഗീസ് അച്ഛൻ ഞങ്ങളുടെ സീറോ മലബാർ കമ്മ്യൂണിറ്റിയിലേക്ക് വന്നപ്പോൾ ഒത്തിരി കൂടെ ഞങ്ങൾക്കതൊരു പ്രചോദനം നൽകി ഞങ്ങൾ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.